الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويستفتونك في النساء قل الله يفتيكم فيهن وما يتلى عليكم في الكتاب في يتامى النساء اللاتي لا تؤتونهن ما كتب لهن وترغبون أن تنكحوهن والمستضعفين من الولدان وأن تقوموا لليتامى بالقسط وما تفعلوا من خير فإن الله كان به عليما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകളും പാപങ്ങളും കുറവുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം അള്ളാഹുവിന് തഖ്വ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടി ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആജിലും മുസ്ലിമറുമായി ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മളുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിവർഗമായ മനുഷ്യരിൽ അടിസ്ഥാനപരമായി അള്ളാഹു രണ്ട് വിഭാഗമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്: സ്ത്രീ വിഭാഗത്തിനെയും പുരുഷ വിഭാഗത്തിനെയും. ശാരീരികമായ ഘടനയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചില വ്യക്തികളെ നമ്മൾ പുരുഷനെന്ന് അടയാളപ്പെടുത്തുമ്പോൾ മറ്റു ചിലരെ നമ്മൾ സ്ത്രീ എന്ന് അടയാളപ്പെടുത്തുന്നു. എന്നാൽ മനുഷ്യനെന്ന നിലയിൽ അള്ളാഹു തആല എല്ലാവരെയും ബഹുമാനിച്ചിട്ടുണ്ട്. വലഖദ് കറംന ബനി ആദം സന്തതികളെന്ന നിലക്ക്, മനുഷ്യൻ എന്ന നിലക്ക് എല്ലാത്തിനെയും അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ആ ബഹുമാനം ജീവിതകാലത്ത് മാത്രമല്ല മരണത്തിന് ശേഷവും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഏത് ജീവിയും ജീവനുള്ള ഏത് വസ്തുവും മരിച്ചു കഴിഞ്ഞാൽ അത് നജസാണ്. അതിനെ തൊട്ടാൽ കൈ കഴുകണം. ആ നജസിനെ പുണ്യമായ സ്ഥലങ്ങളിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇതെല്ലാം ശർഉമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. എന്നാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യൻ ഒരിക്കലും നജസാകുന്നില്ല. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബുള്ള പള്ളികളിലൊക്കെ നമുക്ക് കാണാം, മയ്യിത്ത് നിസ്കാരത്തിന് മയ്യിത്തിനെ പള്ളിൻ്റെ അകത്ത് തന്നെയാണ് വെക്കുക. ശരിക്കും നജസാകുമായിരുന്നെങ്കിൽ ഒരിക്കലും പള്ളിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി പാടില്ല. ഈ അർത്ഥത്തിൽ മനുഷ്യൻ എന്ന നിലയ്ക്ക് അല്ലാഹു തആല ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളൊന്ന് നമ്മുടെ ചുറ്റുപാടിനെ, നമ്മുടെ നാടിനെ അല്ലെങ്കിൽ ലോകത്തിനെ നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിലും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും അങ്ങനെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് വളരെ വ്യാപിച്ചുകൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ മിനിറ്റിലും എത്ര സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്നവരെ കൃത്യമായ കണക്കുകൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഒരു ദിവസം ഇന്ത്യ രാജ്യത്ത് ഏകദേശം 860 സ്ത്രീകൾ അബ്യൂസിന് ഇരയാകുന്നു എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിടുന്ന കണക്കുകൾ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നത്. ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ തന്നെ ഇത് വളരെ വ്യാപകമായിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ, അവർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ, അതുപോലെ തന്നെ സെക്ഷലായിട്ടുള്ള ഹാരാസ്മെൻറ്റുകളൊക്കെ വളരെ വ്യാപകമാണ്. അതിൻ്റെ ശരിതെറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്നെസ് നമുക്കൊരിക്കലും പറയേണ്ടതില്ല, നമ്മുടെ മുമ്പിൽ അത് വ്യക്തമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടുന്ന, ചിന്തിക്കേണ്ടുന്ന കാര്യം, എന്താണ് ഇതിൻ്റെ പരിഹാരം?
ഇവിടെ ലോക പോപ്പുലേഷൻ നമ്മൾ നോക്കിയാൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം ഖിയാമത്ത് നാളാകുമ്പോൾ പുരുഷനേക്കാൾ സ്ത്രീയുടെ ജനസംഖ്യ വളരെ കൂടുതലായിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജനസംഖ്യ അനുപാതത്തിൽ പോലും സ്ത്രീകൾ നമ്മളെക്കാൾ കൂടുതൽ വരുന്നൊരു പശ്ചാത്തലത്തിൽ അവർക്കെതിരായുള്ള അക്രമങ്ങൾ ദിനംപ്രതി എല്ലാ മേഖലയിലും ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിൻ്റെ പരിഹാരം? ഒരു മുസ്ലിം എന്ന നിലക്ക്, ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന നിലക്ക് ഇസ്ലാമിൻ്റെ ഈ വിഷേകമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഒരു ഭാഗത്ത് ആ ഇസ്ലാമിൻ്റെ പ്രസക്തി നമ്മൾ പരിശീലിച്ചുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്ന സുരക്ഷയും ഭദ്രതയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പൊതുവെ ഇസ്ലാമിനെ സംബന്ധിച്ച് മോഡേണിസ്റ്റുകളായ എത്തീസ്റ്റുകളായ ആളുകളൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സ്ത്രീ വിരുദ്ധതയുടെ മതം, സ്ത്രീകൾക്കെതിരായ മതം എന്നൊക്കെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചും പറയാറുള്ളത്. പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വിഷയത്തിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് അല്ലാഹു തആല അവരുടെ വിഷയത്തിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കും. ഖുർആൻ ശരീഫിൽ നമുക്ക് കാണാം, വയസ്തഫ്തൂനക ഫിന്നിസാ, നബിയെ അവർ വന്നിട്ട് തങ്ങളോട് സ്ത്രീകളുടെ വിഷയത്തിൽ മതവിധി ചോദിക്കുകയാണ്. എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, അവരുമായിട്ടുള്ള ഇടപാട് എങ്ങനെയാണ്? അള്ളാഹു പറയാണ്, കുൽ, നബി അങ്ങ് പറയണം, അല്ലാഹു യുഫ്തീകും ഫീഹിന്ന, അള്ളാഹു നേർക്ക് നേരെ അവരുടെ വിഷയത്തിൽ നിങ്ങളോട് ഫത്വ നൽകുകയാണ്. അവരോട് എങ്ങനെ പെരുമാറണമെന്ന മതവിധി അല്ലാഹു തആല നിങ്ങളുടെ മുമ്പിൽ പുറപ്പെടുവിക്കാം. അപ്പോൾ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യവും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സമുദായത്തിലുള്ള സ്ത്രീകൾക്ക് നൽകേണ്ട സ്വാതന്ത്ര്യം എന്ത് എന്ന് പഠിക്കുമ്പോൾ ഇസ്ലാമിന് മുമ്പ് അല്ലെങ്കിൽ പൗരാണികമായ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന ഒരു ചെറിയ അവബോധമെങ്കിലും നമുക്ക് ഉണ്ടാകണം. നമ്മൾ താരീഖ് പഠിക്കുമ്പോൾ, ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച, സ്ത്രീ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു എണ്ണപ്പെടുന്ന വസ്തുവായിട്ട് മാത്രം കണക്കാക്കിയിരുന്നൊരവസ്ഥയാണ്. ഒരു ജീവനുള്ള ഒബ്ജക്റ്റായിട്ട് പോലും അതിനെ കണക്കാക്കപ്പെട്ടിരുന്നില്ല. സാധാരണ നമ്മൾ വസ്തുക്കൾ വിൽക്കും പോലെ, വസ്ത്രങ്ങൾ വിൽക്കും പോലെ, സ്ഥലങ്ങൾ വിൽക്കും പോലെ ഇതുപോലെ സ്ത്രീയും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഒരാൾ മരിച്ചാൽ നമുക്കറിയാലോ, ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തുകൾ അനന്തരാവകാശമായ അയാളുടെ മക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ വീതിക്കപ്പെടും. ഇതുപോലെ ജാഹിലിയത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ അനന്തരാവകാശമായി ഈ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് വീതിക്കപ്പെടും. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ശരി. എത്രത്തോളം ഒരു വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ വാപ്പയുടെ ഉമ്മ, അതായത് ഇയാളുടെ ഉമ്മ, ഉമ്മയെ അനന്തരാവകാശമായി ലഭിക്കുന്നത് ഈ മകനാണ്. നമുക്ക് മനസ്സിലാക്കി തരുമാറുണ്ട് എത്ര മോശമായ അവസ്ഥയാണ് എന്നുള്ളത്. നമ്മുടെ കേരളീയ പശ്ചാത്തലം പോലും ഈ വിഷയത്തിൽ നമുക്കറിയാം. വസ്ത്രം പോലും ധരിക്കാനില്ലാതിരുന്ന, അല്ലെങ്കിൽ ധരിക്കാൻ പാടില്ലാതിരുന്ന ഒരു അവസ്ഥിതി വിശേഷം സ്ത്രീകൾക്ക്, അതിന് ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്ന ഒരു കാലം. അതുപോലെ തന്നെ അവർക്ക് ജനിതകമായിട്ടുള്ള പ്രകൃതിപരമായിട്ട് അല്ലാഹു തആല അവർക്ക് നൽകിയിരിക്കുന്ന ഹൈള് എന്ന് പറയുന്നൊരു സംവിധാനം, അവരുടെ ഗർഭവുമായി ബന്ധപ്പെട്ടിട്ട് മാസമുറ എന്ന് പറയുന്ന കാര്യം, ഈ സന്ദർഭത്തിൽ വീടുകളിൽ താമസിപ്പിക്കാത്ത, അവർക്ക് വേണ്ടി പ്രത്യേകം കുടിലുകൾ നിശ്ചയിച്ച, അവരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കാത്ത ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഇസ്ലാമിൻ്റെ കടന്നുവരവ്. വൈവാഹിക മേഖലയിൽ നമ്മൾ നോക്കിയാൽ ജാഹിലിയ കാലഘട്ടത്തിലും പൗരാണിക കാലഘട്ടത്തിലൊക്കെ ഒരാൾക്ക് വേണമെങ്കിൽ എത്ര ആളുകളെയും ഇണകളായി വെക്കാമായിരുന്നു. 200-300 ആളുകളുള്ള ആളുകൾ, 100 അണകളുള്ള ആളുകളൊക്കെ താരീഖിലുണ്ടായിരുന്നു. അവിടെയാണ് ഇസ്ലാം വന്നിട്ട് കൃത്യമായിട്ട് അത്രയൊന്നും പറ്റൂല, മാക്സിമം പോയാൽ 4 എന്നൊരു കണക്കിലേക്ക് പോയത്. അല്ലാതെ ഒന്നും ഇല്ലാത്തടത്ത് നിങ്ങൾ 4 കെട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ല. 100 ഭാര്യമാരെ വരെ വീഴ്ച നടത്തിയ ആളുകൾ, അവരെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഇടയിലേക്ക് വന്നിട്ടാണ് ഇസ്ലാം അതിനെ മാക്സിമം മിനിമൈസ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്ക് 4, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ത്രീയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല ഒരേ സമയത്ത് എന്ന് പരിശുദ്ധമായ ദീൻ കാഴ്ചപ്പാടിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ വിവാഹം കഴിച്ചു. ജാഹിലിയ കാലഘട്ടത്തിലാണെങ്കിൽ ഒരാൾക്ക് തൻ്റെ ഭാര്യയെ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ തലാഖല്ലും, നിന്നെ വേണ്ട, മൊഴി ചൊല്ലി എന്ന് പറയും. ആ ഭാര്യ വേർപെട്ടു. ഇയാൾക്ക് തോന്നുകയാണ് തിരിച്ചെടുക്കണം, ഇതാ ഞാൻ നിന്നെ തിരിച്ചെടുത്തിരിക്കുന്നു, വീണ്ടും ഇയാളെ ഭാര്യയായിട്ട് വരും. വീണ്ടും വേണ്ടാന്ന് തോന്നുകയാണ്, വീണ്ടും തലാഖല്ലി, വീണ്ടും ഇവിടെ പുറത്ത്, വീണ്ടും അകത്ത്, വീണ്ടും അകത്ത്, വീണ്ടും പുറത്ത്. ഇങ്ങനെ പുരുഷന്റെ കയ്യിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു ഇവിടെ. 20-30 വട്ടമൊക്കെ ചിലപ്പോൾ ഒരു സ്ത്രീ തലാഖല്ലപ്പെടും. 20-30 വട്ടങ്ങൾ ആലോചിച്ച് നോക്കി. ആ സ്ത്രീ ഒരു തലാഖല്ലിന് ചിലപ്പോൾ അടുത്തൊരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോഴായിരിക്കും ഈ ആദ്യത്തെ ഭർത്താവ് പറയുന്നത്, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, ആ പെണ്ണ് കുടുങ്ങി, വീണ്ടും ഇയാളെ ഭാര്യയായിട്ട് പോകേണ്ടി വരുന്നു.
ആ സ്ഥലത്താണ് പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ തോന്നിയ പോലെ 20-30 തൊലാഖല്ലാൻ വേണ്ടി പാടില്ല. മാക്സിമം പോയാൽ 3 റൗണ്ട് വരെ നിങ്ങൾക്ക് പരീക്ഷിക്കാം. നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, നിങ്ങൾക്ക് ആ സ്ത്രീയെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒരു 3 വട്ടം നിങ്ങൾക്ക് പരീക്ഷിക്കാം. 3 വട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ സ്ത്രീകൾ നിങ്ങൾക്ക് ഹലാലാവുകയില്ല. ഹലാലാകുന്നുണ്ടെങ്കിൽ തന്നെ ആ സ്ത്രീ ഹലാലാകണമെങ്കിൽ വളരെ കണിശമായ ചില നിയമങ്ങൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഇങ്ങനെ സ്ത്രീ നേരിട്ട അവഗണന എത്രത്തോളം ഉണ്ട് എന്ന് ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴാണ് പരിശുദ്ധമായ ശരീഅത്തിന്റെ സുന്ദരമായ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അഖ്ലാഖ് അള്ളാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും നല്ല ആളാരാണ് എന്ന് നിങ്ങൾക്ക് അളക്കാനുള്ള അളവ് പോലും നിങ്ങളുടെ സമ്പത്തല്ല, നിങ്ങളുടെ ഡിഗ്രി അല്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അല്ല, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് അല്ല, നിങ്ങളുടെ ലാഭമോ നഷ്ടമോ എന്നല്ല. നിങ്ങൾ ഏറ്റവും നല്ല ആൾ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഇണയോട് നല്ലവണ്ണം വർത്തിക്കുന്നവനാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഭാര്യയോട് പെരുമാറുന്നവൻ ഞാനാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വിഷയവുമായി പൂർണ്ണ ബന്ധമില്ലെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ബന്ധിപ്പിച്ച് പറയാണ്. പലപ്പോഴും ഇസ്ലാമിൻ്റെ ബഹുഭാര്യത്വത്തെ സംബന്ധിച്ചും നബിതങ്ങളുടെ 11 വിവാഹത്തിനെ സംബന്ധിച്ചൊക്കെ വളരെ ഘോര വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, പേരൊന്നും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയും. നമ്മൾ ഈ എന്തുകൊണ്ട് നബിതങ്ങൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു എന്നൊക്കെ പഠിക്കുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു പറഞ്ഞത് കൊണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരുപാട് കാരണങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഈ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ ബഹുഭാര്യത്വത്തിനെതിരെ ഇന്ന് പൊതുസമൂഹത്തിൽ വളരെ നമുക്ക് ധൈര്യത്തോടുകൂടി പറയാൻ വേണ്ടി സാധിക്കും, ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരും തന്നെ അവർക്ക് ഒരു ഭാര്യയെ പോലും മര്യാദക്ക് പോറ്റാൻ കഴിയില്ലാത്ത ആളാണ്. അവരെല്ലാവരുടെ ഫാമിലി ലൈഫ് ഫെയിലറാണ്. ഞാൻ പേരാരും എടുത്ത് ഉദ്ധരിക്കുന്നില്ല, മെമ്പറായതുകൊണ്ട്. അവിടെ നിങ്ങൾ നോക്കൂ, അവർക്ക് ഒരു സ്ത്രീയെ പോലും ഈ നല്ല പ്രായത്തിൽ അവർക്ക് പോറ്റാനോ അവർക്ക് പരിപാലിക്കാനോ ലാളിക്കാനോ സാധിക്കുന്നില്ല. അവിടെയാണ് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് വായിക്കും, ഈ ഒന്നിനെ പോറ്റാൻ കഴിയാത്ത ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 ഭാര്യമാരെ, ഖദീജാബിനെ നമ്മൾ ബാക്കി മാറ്റിവെച്ചാൽ 10 ഭാര്യമാർ ഒരു ഘട്ടത്തിൽ നബിതങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു ഭാര്യയ്ക്ക് ഒരു നബിതങ്ങളെ കുറിച്ച് മോശമായ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായ നിലക്ക് നിങ്ങൾ വർത്തിക്കണം. അതായത് മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധമായി ചെയ്തു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്കുള്ള ചെലവ് നിർബന്ധമാണ്, വസ്ത്രം കൊടുക്കൽ നിർബന്ധമാണ്, പാർപ്പിടം കൊടുക്കൽ ആ വ്യക്തിയുടെ സൗകര്യം അനുസരിച്ച് നിർബന്ധമാണ്. അതിൻ്റെ അപ്പുറത്താണ് മഅറൂഫ്, മാന്യത എന്ന് പറയുന്നത്. ആ മാന്യമായ നിലക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് വർത്തിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി. നിസ്കാരത്തിന് കൂലി അള്ളാഹു നിശ്ചയിച്ചതുപോലെ, നോമ്പിന് അള്ളാഹു കൂലി നിശ്ചയിച്ചതുപോലെ, ഇബാദത്തിന്റെ എന്തെല്ലാം മുറകളുണ്ടോ അതിനൊക്കെ അള്ളാഹു കൂലി നിശ്ചയിച്ചതുപോലെ ഭാര്യക്ക് ഭർത്താവ് പൂർത്തീകരിച്ചു കൊടുക്കുന്ന ശാരീരിക ആവശ്യങ്ങൾ അതിനെയും അള്ളാഹു തആല ഗണിച്ചത് ഇബാദത്തിന്റെ കൂട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുണ്ടായി, വഫീ ബുൽഇ അഹദിക്കും സദഖത്തുൻ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഹലാലായ ആവശ്യങ്ങൾ, ശാരീരികമായ ഹലാലായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഒരാൾ അയാളുടെ പ്രകൃതിപരമായ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കല്ലേ, അതിനും അയാൾക്ക് കൂലി കിട്ടുമോ? അതിലെന്താണ് ആരാധനയുടെ വശം വരുന്നത്? അതിലെങ്ങനെയാണ് ഒരു ആത്മീയതയുടെ വശം വരുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അഥവാ ഈ പ്രവൃത്തി അവൻ ഹറാമായ സ്ഥലത്ത്, ശറഅ് അനുവദിക്കാത്ത ഒരിടത്ത് സ്ഥലത്ത് വെച്ചാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ അവനെതിരെ കടുത്ത പാപമുണ്ടാകുമല്ലോ. എങ്കിൽ അതിനെ അനുവദനീയമായ സ്ഥലത്ത് പൂർത്തീകരിക്കുമ്പോൾ അവനതിന് കൂലി ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിക്കണം ഇസ്ലാമിൻ്റെ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. ഒരു പുരുഷൻ, അതിൻ്റെ ആ വിഷയം പറയുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു പോകാം, ഒരു പുരുഷന് തൻ്റെ ഭാര്യയെ ശാരീരികമായി ആഗ്രഹം ശറഅ് അനുവദിച്ച രീതിയിലുള്ള അത് പൂർത്തീകരിക്കാനുള്ള കെൽപ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നഷ്ടപ്പെട്ടു പോയാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവകാശമുണ്ട്. എന്തിന്? ഖാദിന്റെ അടുക്കൽ ആ സ്ത്രീക്ക് കേസ് ഫയൽ ചെയ്യാം. എൻ്റെ ഭർത്താവിന് എനിക്ക് പ്രകൃതിപരമായി ലഭിക്കേണ്ട എൻ്റെ അവകാശമായ എൻ്റെ ശാരീരിക ആവശ്യം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഭർത്താവിന് പൂർത്തീകരിക്കാനുള്ള കഴിവ്, ആൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തെളിഞ്ഞാൽ ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം സ്ത്രീക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഫസ്ഖ് ചെയ്യാം. അതുപോലെ ഖുർആൻ ശരീഫിൽ
ഒരു ആയത്ത് നോക്കി എനിക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ചില വളരെ വൈകൃത മനസ്സുള്ള ചില പുരുഷന്മാരുണ്ട്. എന്താണ് അവരുടെ ചില സ്വഭാവ രീതികൾ? ഭാര്യയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പല ടാക്ടിക് ഉണ്ടാവും. അതിൽപ്പെട്ട വൃത്തികെട്ടൊരു ടാക്ടിക്കാണ് തൻ്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതിരുന്നിട്ട് കൺട്രോൾ ചെയ്യുന്ന ടാക്ടിക്കാണ്, ശരണ്യ വിരുദ്ധമായ ടാക്ടിക്. അല്ലെങ്കിൽ അവളുമായി സംസാരിക്കാതിരുന്നിട്ട് അവളെ കൺട്രോൾ ചെയ്യാൻ സംസാരിക്കാതിരിക്കുന്നു, അവൾക്ക് പ്രയാസം ഉണ്ടാകുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ പൂർണ്ണമായ അനുസരണയിലേക്ക് അല്ലെങ്കിൽ ഭർത്താവ് ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഭാര്യ ഉയരുന്നു. അതും കൺട്രോളിങ്ങിന്റെ മാനിപ്പുലേഷൻ്റെ ടാക്ടിക്കാണ്. അതുപോലെ വളരെ തരം താഴ്ന്നൊരു ടാക്ടിക്കാണ് ശാരീരിക ആവശ്യം തടഞ്ഞു വെച്ചിട്ടുള്ള ടാക്ടിക്. ഭർത്താവ് താൻ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഭാര്യ ആ തലത്തിൽ ഉയരുന്നില്ലെങ്കിൽ ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഇവരുടെ ശാരീരികമായ ആവശ്യങ്ങളൊന്നും പൂർത്തീകരിക്കുന്നില്ല. നീ ആദ്യം ഞാൻ പറയും പോലെ കേൾക്ക്, എന്നിട്ട് ഞാൻ നിനക്ക് കാര്യങ്ങൾ ചെയ്തു തരാം. വളരെ വൃത്തികെട്ട സ്വഭാവം. അങ്ങനെ ഒരു ഭർത്താവ് പറഞ്ഞാൽ, ഖുർആൻ ഉപയോഗിച്ച പദമാണ്. ഖുർആൻ ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ലില്ലദീന യുലൂന മിൻ നിസാഇഹിം തറബ്ബുസു അർബഅതി അശ്ഹുർ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ അത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. അവർ പറയും, ഇനി ഞാൻ നീയുമായി ഒരു ശാരീരിക ബന്ധം പുലർത്തൂല എന്നൊരു ഭർത്താവ് പറഞ്ഞാൽ ശറഅ പറഞ്ഞു തർബ്ബുസു അർബഅതി അശ്ഹുർ, 4 മാസം ആ സ്ത്രീക്ക് വെയിറ്റ് ചെയ്യാം. 4 മാസം വരെ ആ സ്ത്രീക്ക് കാത്തു നിൽക്കാം. ഇയാളെ വെറുതെ ദേഷ്യം പുറത്ത് പറഞ്ഞതാണോ അല്ല ശരിക്കും പറഞ്ഞതാണോ എന്നൊക്കെ ആ സ്ത്രീക്ക് കാത്തു നിൽക്കാം. അയാള് അന്നേരത്തെ ദേശത്തിന് പറഞ്ഞു പോയതാ, പിന്നെ അയാൾ മടങ്ങി, അയാൾ തൗബ ചെയ്തു, ഭാര്യയെ ആ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഫഇന്നല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു അയാൾക്ക് മാപ്പാക്കി കൊടുക്കും. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, അവൻ 4 മാസം കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ വാക്കിൽ അവൻ അടിയുറച്ചു നിൽക്കുകയാണ്. ഈ സ്ത്രീയെ, ആ സ്ത്രീയുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ഭർത്താവ് തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെ ഖാദി നിർബന്ധപൂർവം ഇവരുടെ രണ്ടാളുടെയും ത്വലാഖ് നടത്തി കൊടുക്കണം. ആലോചിച്ചോങ്ങള്, 4 മാസം വരെ കാത്തു നിൽക്കാനേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളൂ എങ്കിൽ ആ സ്ത്രീക്ക് നൽകുന്ന ബഹുമാനം എത്രയാണ്? പിന്നെ എന്തിനാണ് ഒരു ഭർത്താവിന്റെ കയ്യിൽ, എൻ്റെ നിങ്ങളുടെയും കയ്യിൽ ഒരു പെണ്ണിന്റെ വാപ്പ അയാളെ കൈപിടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എന്തിനാണ്? അടിമയായി വെക്കാനല്ല, മനുഷ്യനായി പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുപോലെ പൗരാണിക കാലഘട്ടത്തിൽ ജാഹിലിയത്തിലൊന്നും തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സമ്പാദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഒരു സ്ത്രീക്ക് സ്വന്തമായി സമ്പാദ്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു കാഴ്ചപ്പാട്. സമ്പാദ്യമൊക്കെ പുരുഷൻ്റെത്. ഇവിടെ നമ്മൾ 2 കാര്യം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നിർബന്ധമായ സമ്പാദിക്കേണ്ട കടമുണ്ട്. അത് അല്ലാഹു തആല നിഷ്കർഷിച്ചിരിക്കുന്നത് പുരുഷന്റെ മേലാണ്. ഭാര്യയെ പോറ്റേണ്ടത്, ഉമ്മയെ പോറ്റേണ്ടത്, മക്കളെ പോറ്റേണ്ടതിനൊക്കെ അല്ലാഹു തആല നിർബന്ധപൂർവ്വം പരിഗണിച്ചിരിക്കുന്നത് പുരുഷൻ എന്ന് പറയുന്ന നമ്മുടെ വിഭാഗത്തിനെയാണ്. അതങ്ങനെ ഒരു വിഭാഗത്തിനെ ഏൽപ്പിച്ചാൽ മാത്രമേ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നു പോവുകയുള്ളൂ. അല്ലെങ്കിൽ 2ൽ ആരെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയാകൂല. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് അങ്ങനെ സമ്പാദിക്കാനുള്ള മാർഗങ്ങളുണ്ട്, സ്വയം തൊഴിലിനുള്ള കഴിവുകളുണ്ട് എങ്കിൽ പോലും പൗരാണിക കാലഘട്ടത്തിൽ അവർക്ക് അതിനുള്ള അവകാശം വെച്ച് കൊടുത്തിരുന്നില്ല. അങ്ങനെ അവകാശം, അവൾ തൊഴിൽ എന്തെങ്കിലും ചെയ്തിട്ട് സമ്പാദിച്ചാൽ പോലും അത് പോകുന്നത് ഭർത്താവിലേക്കാണ്. അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ സമ്പാദിക്കുന്നതൊക്കെ അതൊക്കെ തൻ്റെതാണ്, എൻ്റെ ഭാര്യയല്ലേ, അപ്പൊ എൻ്റെ ഭാര്യ സമ്പാദിക്കാൻ എനിക്കല്ലേ, നിങ്ങൾ എന്താ ഭർത്താവിനെ പറയുന്നത്? ലിർരിജാലി നസീബും മിമ്മക്തസബൂ. ഒരു പുരുഷൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് അവനവകാശപ്പെട്ടതാണ്. വലിന്നിസാഇ നസീബും മിമ്മക്തസബന. ഒരു സ്ത്രീ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, അവള് വസ്ത്രം തയ്ച്ച് വിറ്റിട്ട് അത് പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ, അവൾ ഭക്ഷണം പാചകം ചെയ്ത് വിറ്റിട്ട് പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരവകാശവുമില്ല എന്ന് പരിശുദ്ധമായ ശരീഅത്ത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ സ്ത്രീക്ക് സമ്പാദിക്കാനുള്ള അവകാശം അത് ഈ പറഞ്ഞ പോലെ ശറഅ് അനുവദിക്കുന്ന ആ ബൗണ്ടറിൻ്റെ ഉള്ളിൽ, ആ വലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാകണം എന്ന് മാത്രമേ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അപ്പോൾ അത്രത്തോളം ഒരു സ്ത്രീയുടെ വ്യക്തിത്വത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഇൽ കൂടി അംഗീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവൾ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ഭ്രഷ്ട് സ്ത്രീക്കെതിരെ കൽപ്പിക്കാനോ ആ ചെലവിനെ, അവളുടെ ന്യായമായ ക്രയവിക്രയങ്ങളെ തടയാനോ പോലും ഒരു പുരുഷനും അല്ലാഹു തആല അനുവാദം കൊടുത്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബന്ധുവാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, കുടുംബക്കാരാണ്. ആയിഷ ബീവിക്ക് നബിതങ്ങളും അബൂബക്കറും കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, കുടുംബക്കാരനാണ്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമ്പത്ത് വന്നാൽ, സ്വതക്കകൾ വന്നാലൊക്കെ ആയിഷ ബീവി അത് പെട്ടെന്ന് സ്വതക്ക ചെയ്യും. പെട്ടെന്ന് ആൾക്കാർക്ക് ദാനം ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ കൊടുക്കുന്ന കൂട്ടത്തിലാണ് ആയിഷ റളിയല്ലാഹുവിന്റെ സ്വഭാവം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഈ വിവരം അറിഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യംബഗി അൻ യുഖദ അലൈഹാ. ആയിഷ ബീവിന്റെ ഒരു നടപടി ശരിയില്ല. ഒന്ന് ആയിഷ ബീവിയുടെ മേൽ ഒരു കൺട്രോൾ വരുത്തണം, ആയിഷ ബീവിനെ ഒന്ന് കൈക്ക് പിടിക്കണം എന്ന പരാമർശം നടത്തി. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കുടുംബക്കാരനാണ്, മൂത്താപ്പന്റെ മൂത്താപ്പ ബന്ധാണ് ആയിഷ ബീവിയും അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഈ വാക്ക് ആയിഷ ബീവിക്ക് ഇഷ്ടപ്പെട്ടില്ല.
ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അയുഖദു അലാ യദയ്യ, എനിക്ക് അവകാശപ്പെട്ട കാര്യമാണ് എനിക്ക് സമ്പാദിക്കാം എന്നുള്ളത്. അതുപോലെ എനിക്ക് സമ്പത്ത് ലഭിച്ചാൽ അത് ഏത് മാർഗത്തിൽ ശറഅ അനുവദിച്ച ഹലാലായ ഏത് മാർഗത്തിൽ വിനിയോഗിക്കാം എന്നുള്ളതും അള്ളാഹു എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള റൈറ്റാണ്. ആ റൈറ്റിന്റെ മേലെ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണോ? എന്റെ ആയിഷ ബീവി പറഞ്ഞു, ഇനി ഞാൻ അബ്ദുല്ലാഹിബ്നു സുബൈറുമായി മിണ്ടൂല എന്ന് പറഞ്ഞു. അലയ്യ നദുറുൻ ഇൻ കല്ലംതുഹു, ഞാൻ നേർച്ച വെച്ചിരിക്കുന്നു ഇനി അബ്ദുല്ലാഹിബ്നു സുബൈറുമായി മിണ്ടൂല റളിയല്ലാഹു അൻഹു. മൂപ്പർക്കാകെ ബേജാറായി. അത്ര ഇഷ്ടമായിരുന്നു. എളാമ്മ മൂത്തമ്മ ബന്ധാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വേറെ ചില സഹാബാക്കളെല്ലാം പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് പോയിട്ട് ഇടപെടണം, ഞാൻ എൻ്റെ ആയിഷ ബീവിയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, എന്തെങ്കിലുമൊക്കെ സമ്പത്ത് സേവിങ്സ് ആയിട്ട് അവിടെ നിന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ ആയിഷ ബീവിയുടെ ആ അള്ളാഹു നൽകിയ ഒരു സ്വാതന്ത്ര്യത്തിനെ പിടികൂടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ശബദത്തിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹ പിന്മാറുന്നത്. അപ്പൊ നേർച്ച വെച്ച് പോയതിന്റെ പേരിൽ അതിന്റെ കഫാറയും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കൊടുത്തു എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാമെങ്കിൽ എത്ര ഗൗരവപൂർവ്വമാണ് ഈ വിഷയത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ സ്വർണങ്ങൾ അപഹരിക്കുന്ന ഭർത്താക്കന്മാർ, പ്രിയമുള്ളവരെ, നമ്മൾ കുറച്ച് മാന്യതയുള്ളവരാകണം, നമ്മൾ കുറച്ച് അന്തസ്സുള്ളവരാകണം. നമ്മൾ ഭാര്യന്റെ സ്വത്ത് എല്ലാം നമ്മളിങ്ങനെ ഊറ്റിയിട്ട് അവരെ വഴിയാധാരമാക്കുന്ന ഒരു രീതി ഒരിക്കലും ശറഈന്റെ വീക്ഷണത്തിൽ ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ഇങ്ങനത്തെ വൈവാഹിക തർക്കങ്ങളും കേസുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ 25 പവൻ കൊണ്ടുപോയി, 10 പവൻ കൊണ്ടുപോയി, 99 പവനൊക്കെ കൊണ്ടുപോയി കുട്ടിച്ചോറാക്കിയ കേസുകൾ. 2 മാസമാണ് ഭാര്യയും ഭർത്താവും ജീവിച്ചത്. 2 മാസം എന്റെ തലാഖിലേക്ക് പോകണം. എന്താ കാര്യം? ഭാര്യന്റെ വാപ്പയും കുടുംബക്കാരൊക്കെ നൽകിയ 99 പവൻ ഈ ബഹുമാനപ്പെട്ട ഭർത്താവ് എല്ലാം കൂടി വിറ്റ് തോലച്ച് ലക്ഷങ്ങളുടെ കടക്കാരനാക്കി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തെരുമാറാകട്ടെ. ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന തോന്നലിൽ നിന്നാണ് ഈ ധാർഷ്ട്യം വരുന്നത്. ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല. അങ്ങനെ പറയും, ഇത് എനിക്കുള്ളതല്ലേ, നിനക്ക് നൽകുന്നതായി എനിക്കുള്ള ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ഭാര്യന്റെ കുടുംബക്കാരോ ഭാര്യന്റെ പിതാവോ കയ്യിൽ തന്നിട്ട് അല്ലെങ്കിൽ വാക്കാൽ പറയുകയാണ്, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങൾക്കുള്ളതാണ്, അത് എനിക്കുള്ളതാണ്. അതല്ലാതെ ഭാര്യയ്ക്ക് അത് ഹദിയാണ്. പല ഘട്ടങ്ങളിലും വിവാഹമല്ലേ, മകള് എങ്ങനെയാണ് ആഭരണമൊന്നും ഇല്ലാതെ എങ്ങനെയാണോ ആ ഒരു കോലത്തിൽ പോവുക എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്ന് വരെ കടക്ക വാങ്ങിയിട്ട് ധരിപ്പിക്കുന്ന ആഭരണങ്ങൾ ഉണ്ടാകാം. ആ ആഭരണങ്ങളാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ഒരു മീശയും താടിയുള്ള മനുഷ്യന്മാർ, ആണാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഇതൊന്ന് പുറത്തറിയുന്നത്. പുറത്ത് മാന്യൻ, പുറത്ത് വലിയ വണ്ടിയുണ്ട്, വലിയ ഫോൺ ഉപയോഗിക്കുന്നതിന്, നല്ല വസ്ത്രം ധരിക്കുന്നത്, എവിടെ നിന്ന് കിട്ടി ഈ പൈസ? നമ്മൾ കഥകൾ അറിയുമ്പോഴാണ് നാണപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ. അല്ലാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. നമ്മൾ സമ്പാദിക്കണം. പുരുഷന് സ്ത്രീയേക്കാൾ പുരുഷന് ആധിപത്യമുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ അതിന്റെ കാരണം പറഞ്ഞത് എന്താ? വബിമാ അൻഫഖൂ, ആ പുരുഷനാണ് ചെലവഴിക്കുന്നത്, മിൻ അംവാലിഹിം, പുരുഷന്റെ സമ്പത്തിൽ നിന്ന്. അല്ലാതെ ഭാര്യന്റെ സമ്പത്ത് എടുത്തിട്ട് ചെലവഴിക്കുന്ന ട്രഷറിയിലെ ഖജാൻജി അല്ല നമ്മള്. ആണാണെങ്കിൽ നിങ്ങൾക്ക്, എനിക്കും നിങ്ങൾക്കും കെൽപ്പുണ്ടെങ്കിൽ, അള്ളാഹു ആഫിയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ പണിയെടുക്കണം. ആ പണിയെടുത്ത സമ്പത്തിൽ നിന്നുമാണ് ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ടത്, അല്ലാതെ ചൂഷണം ചെയ്യുകയല്ല വേണ്ടത്. അള്ളാഹു മനസ്സിലാക്കി തരുമാറട്ടെ. ഈ പണം ഒന്നും തന്നെ ഹലാലാകുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ചെലവിന് കൊടുക്കാതിരിക്കുക. എത്രത്തോളം ഫുഖഹ എഴുതി, ഒരാൾ 1 മാസത്തെ ചെലവിന് കൊടുത്തില്ല, ആ പണം എൻ്റെ മേൽ കടമായി ശേഷിക്കും. 2 മാസം കൊടുത്തില്ല, 2 മാസത്തെ കടപട ബാക്കിയായി. മറ്റൊരാളത്ത് ഞാൻ കടം വാങ്ങിയാൽ എപ്രകാരം തിരിച്ചടക്കണോ, ഇതുപോലെ ഭാര്യയ്ക്ക് നിങ്ങൾ ചെലവിന് കൊടുത്തില്ല എങ്കിൽ ആ പണം, ആ കാര്യം അത് നമ്മുടെ മേലൊക്കെ കടമായി ശേഷിക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പഴയ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ ജാഹിലിയത്തിലും അതുപോലെ പൗരാണിക കാലഘട്ടത്തിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താൻ കല്യാണം കഴിക്കാൻ പോകുന്ന വരനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വാപ്പാക്ക് ആരാണോ തോന്നുന്നത്, അത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ചൂട് കളിച്ചിട്ട് വിറ്റതോ അല്ലെങ്കിൽ പന്തയത്തിൽ തോറ്റതിന്റെ പേരിലൊക്കെ ആയിരിക്കും പുതിയാപ്പിള വീട്ടിലേക്ക് വരുന്നുണ്ടാകുക. എന്താണോ തോന്നുന്നത് അയാളെ കെട്ടിച്ചു കൊടുക്കലാണ്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാട് ഈ വിഷയത്തിലുണ്ട്. മുമ്പ് വിവാഹം കഴിഞ്ഞ പെണ്ണ്, മുമ്പ് വിവാഹം കഴിയാത്ത പെണ്ണ്. മുമ്പ് വിവാഹം കഴിഞ്ഞ പെണ്ണാണെങ്കിൽ അവിടെ നമ്മൾ സയ്യിബ് എന്നുള്ള പദമാണ് ഉപയോഗിക്കുക. സയ്യിബായ സ്ത്രീ ആണെങ്കിൽ അവളുടെ പൂർണ്ണ സമ്മതമില്ലാതെ ഒരു വരനെയും ഒരു വാപ്പാക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. അസ്സയ്യിബു അഹഖു ബിനഫ്സിഹി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇനി മുമ്പ് വിവാഹം കഴിക്കാത്ത കന്യകയായ സ്ത്രീയാണെങ്കിലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാപ്പാക്ക് റൈറ്റ് ഉണ്ട്. വാപ്പയാണ് വലിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്, ശരീഅത്ത് നിശ്ചയിച്ചിരിക്കുന്നത് വാപ്പയാണ്. വാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ, ആ രീതിയിൽ അങ്ങനെ പോകും. ഇതൊന്നില്ലെങ്കിൽ കാളിയാണ് വരിക. വാപ്പാക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു വൽ ബിക്റു തുസ്തഅ്ദനു, അവളോട് അനുവാദം ചോദിക്കണം. വാപ്പാക്കാരെയോ കണ്ടു, വാപ്പാക്കാരെയോ ഇഷ്ടപ്പെട്ടു, അവളെ വന്നുകൊണ്ട് ഈ മകളെ തലയിൽ കെട്ടി വെക്കുക എന്നതല്ല, ജീവിക്കേണ്ടത് ഈ മകളാണ്. ഇനി വാപ്പ അനുവാദമില്ലാതെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? കന്യകയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഷാഫി മദ്ഹബ് അനുസരിച്ച് കല്യാണം കഴിപ്പിക്കാം. തൻ്റെ മകളുടെ പൂർണ്ണമായ അനുവാദം വേണമെന്നില്ല. പക്ഷെ എപ്പോഴാണിത്? തൻ്റെ മകൾക്ക് കുഫ് ഒത്ത വരനാണെങ്കിലാണ്. എന്താ കുഫ് ഒക്കുക എന്ന് പറഞ്ഞാൽ? ഷറയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ തമ്മിൽ കുഫ് ഒക്കണം, യോജിപ്പ് എന്ന് പറയും. മനപ്പൊരുത്തം മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങൾ അവിടെ പരിഗണിക്കേണ്ടതുണ്ട്. രണ്ടാളുകളുടെ ദീനിയായ അവസ്ഥകൾ പരിഗണിക്കേണ്ടതുണ്ട്, ഇൽമിയായ അറിവ് സംബന്ധമായ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്, കുടുംബപരമായ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്, കൾച്ചറിനെ ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ട കാര്യം. കാരണം ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഈ മാരേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൂടി പരിഗണിച്ചാൽ മാത്രമേ അത് കുറേ കാലം റണ്ണിങ്ങിൽ നിൽക്കുകയുള്ളൂ. അപ്പം ഒരു കുഫ്വത്ത വരനെയാണ് ഒരു വാപ്പ തൻ്റെ മകൾക്ക് വേണ്ടി കണ്ടെത്തിയത് എങ്കിൽ അവിടെ വേണമെങ്കിൽ അനുവാദമില്ലാതെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. പക്ഷേ അങ്ങനെ കുഫ്അക്കാത്ത ഒരാളെയാണ് വാപ്പ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ സ്ത്രീക്ക് അവകാശമുണ്ട്. ഖാദിന്റെ അടുക്കൽ പോയിട്ട് പറയാം, എനിക്ക് ഇയാളുമായി കുഫ്വത്ത ആളല്ല, എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്ന നിലക്ക് വരെ നീങ്ങാൻ പറ്റും. എന്തിൻ്റെ പേരിൽ? ഒരു സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ നൽകുന്ന അവകാശവും സ്വാതന്ത്ര്യവുമാണ്. പണ്ട് കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഉമ്മാമ, നമ്മുടെ ഉപ്പാപ്പ ആ തലമുറയിൽ തന്നെ ചോദിച്ചാൽ അവരൊക്കെ ഭർത്താവിന് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുക വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രിയായിരിക്കും. അതിനുമുമ്പ് കാരണവന്മാർ പോയിട്ട് കണ്ടിട്ടുണ്ട്, കാരണവന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണവന്മാർ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഇവിടെ കല്യാണം കഴിക്കൽ വാജിബാണ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുപോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റു മതങ്ങളെയൊക്കെ നമ്മൾ തുലനം ചെയ്ത് പഠിക്കുമ്പോൾ വിവാഹം കഴിച്ചാൽ പിന്നെ ഒന്നിക്കിൽ അതിൽ കാലാകാലം നിന്നുകൊള്ളുക, അല്ലെങ്കിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ വിവാഹമോചിതയായി രണ്ടാമതൊരു കല്യാണം അവർക്ക് പോസിബിൾ അല്ല. ഹിന്ദു റീമാരേജ് ആക്ട് അടക്കം ഈ അടുത്ത കാലഘട്ടത്തിലാണ് വന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിൽ എൻ്റെ അറിവ് ഓർമ്മ ശരിയാണെങ്കിൽ 6 മാസം കഴിയണം, മിനിമം 6 മാസം കഴിഞ്ഞാൽ മാത്രമേ ഡിവോഴ്സിനെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞു, ആ സ്ത്രീക്ക് മനസ്സിലാകുന്നു എൻ്റെ ഭർത്താവിന് ഒരു ഭർത്താവായി നിലകൊള്ളാനുള്ള അടിസ്ഥാന യോഗ്യതയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം ഫസ്ഖിനേക്ക് പോകാനുള്ള അനുവാദം ഇസ്ലാം കൊടുക്കുന്നുണ്ട്. ആ നിമിഷം ഇനിയല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ഭാര്യാഭർത്ത ബന്ധത്തിൽ ഈ റിലേഷൻ പോകൂല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ആത്മഹത്യകളൊന്നും ഒരിക്കലും ശറഇന്റെ ബേസിൽ സംഭവിക്കൂല. ആ സ്ത്രീക്ക് വിവാഹത്തിൽ നിന്നും ഒഴിവാകാനുള്ള കഴിവുണ്ട്. സാബിത്ത് ബിൻ ഷമ്മാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യ സാബിത്ത് ബിൻ ഖൈസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഹാജരായിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അൻഖിമു അലാ സാബിത്തിൻ ഫീ ദീനിൻ വലാ ഖുലുഖിൻ. എൻ്റെ ഭർത്താവ് സാബിത്താണ് റളിയല്ലാഹു അൻഹു. മുപ്പൊരു ദീനിയായിട്ട് നല്ല ആളാണ്, സ്വഭാവവും നല്ല ആളാണ്, അതിലൊന്നും എനിക്ക് പരാതിയില്ല. പക്ഷേ എനിക്ക് അദ്ദേഹവുമായി മാനസികമായ അടുപ്പം തോന്നുന്നില്ല. ഒരുപാട് കാലം ആ സ്ത്രീ പരീക്ഷിച്ചു നോക്കി, ശ്രമിച്ചു നോക്കി, പക്ഷെ ഒരു നിലക്കും മാനസികമായി പൊരുത്തപ്പെട്ടു പോകാൻ ആ സ്ത്രീക്ക് സാധിക്കുന്നില്ല. ആ സ്ത്രീ വന്ന് നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഒന്ന് എന്തെങ്കിലും ഉണ്ടായി അതിലോട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഒഴിവാക്കണം എന്ന ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ ഈ പറയുന്നത്. ഒരു നിലക്കും സാധ്യമാകുന്നില്ല ഈ രണ്ട് ബന്ധം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ആ സ്ത്രീ വന്ന് പറയുന്നത് മാനസികമായി ഒരു പൊരുത്തം ലഭിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉപദേശം കൊടുത്തില്ല, ഒന്നും ചോദിച്ചില്ല. ഒന്ന് ട്രൈ ചെയ്തൂടെ, ഒന്ന് ശ്രമിച്ചൂടെ, ഒരു 6 മാസം നോക്കിയൂടെ, ഒന്നും നബി തങ്ങൾ ചോദിച്ചില്ല. അപ്പൊ ഇവിടെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് സ്ത്രീയുടെ ഭാഗത്ത് നിന്നാണ്. താല്പര്യമില്ലാത്തത് ഈ സ്ത്രീക്കാണ്, ഭർത്താവിനല്ല പ്രശ്നം. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ആയതുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് മഹറായി തന്നത് ഒരു തോട്ടമായിരുന്നല്ലോ. സാബിത്ത് റളിയല്ലാഹുവിന് മഹറായി കൊടുത്തത് ഒരു തോട്ടമായിരുന്നു. ആ തോട്ടം നീ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. കാരണം ഇവിടെ വലിയൊരു നഷ്ടം വരുന്നത് പുരുഷനാണ്. അപ്പൊ നീ അങ്ങനെ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഫതറുദ്ദീനു അലൈഹി ഹഖീഖതഹു ഹദീഖതഹു, ആ തോട്ടം തിരിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ കൊടുക്കാം, പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടം സാബിത്ത് റളിയല്ലാഹുവിന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവർ രണ്ടുപേരും തമ്മിലുള്ള വിവാഹബന്ധത്തിന് വേർപ്പെടുത്തി കൊടുക്കുന്നു. എങ്ങനെ പ്രിയമുള്ളവർ, പിന്നെ ഭർത്തൃ വീട്ടിലുള്ള ആത്മഹത്യകൾ പെരുകും. ഇതെന്തുകൊണ്ടാണ്? ഒന്ന് വീട്ടുകാരാകുന്ന ഈ സ്ത്രീയുടെ വീട്ടുകാർ നമ്മളും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
മോളെ നീ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്ന് കരുതിയിട്ട് ആ വീട്ടിലുള്ള എല്ലാ തോന്നിവാസങ്ങൾക്കും എൻ്റെ മകളും എൻ്റെ സഹോദരിയും ഒക്കെ അതിന് സാക്ഷിയാകണം എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഒരു സ്ത്രീയുടെ ജീവനേക്കാൾ വിലയാണ് നിങ്ങളുടെ തരംതാഴ്ന്ന നിങ്ങളുടെ തരംതാഴ്ന്ന അഭിമാന ബോധത്തിനുള്ളത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഈ കാണുന്ന സകല ആത്മഹത്യകളും 100-200 പവൻ സ്ത്രീധനം കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ പേരിൽ പീഡനം നടക്കുമ്പോൾ എന്തായാലും 1% കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിൽക്കൂലല്ലോ. ഉമ്മാനോടെങ്കിലും പറയാം. അപ്പൊ എന്താ സ്വാഭാവികമായിട്ട് ഉമ്മമാര് പറയാം, മോളെ ഒന്ന് ക്ഷമിക്ക്, എന്റെ മാപ്പിളല്ലേ ചവിട്ടും കുത്തൊക്കെ കിട്ടും എന്ന് വരെ പറയുന്ന തരംതാഴ്ന്ന ഉമ്മമാരില്ലേ? ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി നമ്മൾ അങ്ങനെ അടികൊള്ളാനും അടിക്കാനൊന്നും അല്ല അല്ലാഹു തആല ആരെയും ഇവിടെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്റെ അടുക്കൽ ചില ആളുകൾ പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരെ വല്ലാതെ തല്ലുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തല്ലാനുള്ള അവകാശം അല്ലാഹു നൽകിയിട്ടൊന്നുമില്ല. അങ്ങനെ തല്ലിക്കോളൂ, വിവാഹം കഴിക്കുമ്പോൾ കോൺട്രാക്റ്റിൽ അങ്ങനെ തല്ലാനുള്ള അവകാശം കൊടുത്തിട്ടില്ല. അത്യാവശ്യ ഘട്ടത്തിൽ തല്ലിയാൽ, പ്രഹരമേൽപ്പിച്ചാൽ അവളിൽ മാറ്റമുണ്ടാകുമെന്ന് കണ്ടാൽ മാത്രം തൊലിപ്പുറത്ത് മുറിവേൽപ്പിക്കാത്ത രീതിയിൽ അടിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ കോൺസെപ്റ്റ്. മനസ്സിലാക്കണം, ഞാൻ അടിച്ചാൽ എൻ്റെ ഭാര്യയിൽ മാറ്റം ഉണ്ടാകും. കണ്ടീഷൻ നമ്പർ 1. ഇവിടെ നമ്മളൊരു കൾച്ചർ നോക്കിയാൽ അടിച്ചാൽ മാറ്റമല്ല ഉണ്ടാകുക, കൂടുതൽ അപകടകരമാണ് സാധ്യത ഉണ്ടെങ്കിൽ ഉള്ളതിനേക്കാൾ മോശമാകുമ്പോൾ പിന്നെ അടിക്കാൻ തന്നെ പാടില്ല എന്നാ. പിന്നെ 2 തൊലിപ്പുറത്തായിരിക്കണം, മർമ്മത്തിലടിക്കാൻ പാടില്ല, മുറിവേൽപ്പിക്കാൻ വേണ്ടി പാടില്ല. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. നബി നിങ്ങൾ പറഞ്ഞു, ഉലൈക ലൈസു ബിഖിയാരിഹിം, അവരൊന്നും നല്ല ആൾക്കാരാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. സഹാബാക്കളുടെ കൂട്ടത്തിലായിരുന്നു പറയുന്നത്. ചില ആളുകളെ പറ്റി ഇങ്ങനെ പരാതി എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ഭാര്യമാരെ വല്ലാതെ മർദ്ദിക്കുന്നു എന്ന്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കുക, കഴുത്തിന് കയറി പിടിക്കുക, ശ്വാസം മുട്ടിക്കുക. ഇത് എന്താണിത്? അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുപോലെ മറ്റൊരു സംഭവം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു അടിമയായ പെണ്ണെന്നും വിവാഹം കഴിച്ചു. പണ്ട് കാലത്ത് ആ സമ്പ്രദായം ഉണ്ടല്ലോ. ഇതിൽ ഒരാൾ സ്വതന്ത്രനായാൽ, ആരാണോ സ്വതന്ത്രനാകുന്നത് അയാൾക്ക് ഓപ്ഷൻ ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഈ കല്യാണം അങ്ങനെ തന്നെ നിർത്തണോ വേണ്ടേ എന്നുള്ളത് അവകാശമായ ആ ആൾക്കുണ്ട്, സ്വാതന്ത്ര്യം കിട്ടിയ ആൾക്ക്. കാരണം അടിമയും സ്വാതന്ത്ര്യം തമ്മിൽ വിവാഹം നടക്കൂല, രണ്ടിലൊരാൾ മാറണം. അങ്ങനെ ഈ 2 മുസ്ലിമീങ്ങളാണ്, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ സ്ത്രീന്റെ യജമാനൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പൊ ഇസ്ലാമിന്റെ ഇപ്പൊ നിലവിലുള്ള കോൺസെപ്റ്റ് പ്രകാരം സ്ത്രീക്കാണ് റൈറ്റ്. സ്ത്രീക്ക് വേണമെങ്കിൽ വിവാഹം കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പറയാം എനിക്ക് ആളെ വേണ്ട, കാരണം അടിമയാണ് ഇയാൾ, ഇവിടെ സ്വാതന്ത്ര്യ. ഈ പെണ്ണ് പറഞ്ഞു എനിക്ക് ആള് വേണ്ടെന്ന് പറഞ്ഞു. ബരീറ എന്നാണ് ഈ ഭർത്താവിന്റെ പേര്. ഭർത്താവിനാണെങ്കിൽ ഭയങ്കര വിഷമായി, സങ്കടമായി. അയാൾക്കാണെങ്കിൽ ഇവളെ വിട്ട് ജീവിക്കാൻ തന്നെ പറ്റൂല എന്നുള്ള അവസ്ഥ ഉണ്ടായി. സഹാബാക്കൾ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഈ പെണ്ണിന്റെ പിറകെ ഈ ഭർത്താവ് ബരീറ ഈ ബേക്കുന്നേ നടന്നിട്ട് പോവാണ്, എന്നെ നീ ഒഴിവാക്കല്ലേ, എന്നെ നീ തൊരാക്കല്ലേ, എന്നെ നീ വിട്ടുപിരിയല്ലേ എന്ന് കെഞ്ചുകയാണ്. നമുക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായി. നബി തങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബരീറിന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഒന്ന് സംസാരിച്ചു നോക്കി നബിയെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബരീർ ആ പെണ്ണിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിയാണ്, നിനക്ക് റൈറ്റ് ഉണ്ട്, ഇസ്ലാം നൽകിയ റൈറ്റ് ആണ്, നീ സ്വതന്ത്രമായ സ്ഥിതിക്ക് നിനക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ, ഡിസ്മിസ് ചെയ്യാം. പക്ഷെ ഒന്ന് ബരീറെ എടുത്തൂടെ എന്ന് ചോദിച്ചു. ബരീറെ നിന്റെ ഭർത്താവായി വെച്ചൂടെ? ഇതാണ് ശരീഅത്തിന്റെ സൗന്ദര്യം. ആ സ്ത്രീ ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരു ഓർഡർ ആയിട്ട് പറഞ്ഞതാണോ അല്ല റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞതാണോ? ഹുക്മുൻ അം ഷഫാഅത്തുൻ, അതായത് ചെയ്താൽ നല്ലത് എന്ന് നിലക്ക് പറഞ്ഞതാണോ അല്ലെ നബി തങ്ങളെ കൽപ്പനയാണെങ്കിൽ പിന്നെ ധിക്കരിക്കാൻ വേണ്ടി പാടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇത് കൽപ്പനയല്ല, എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, എടുത്താൽ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? എന്തൊക്കെ ആ സ്ത്രീയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അപവാദം പറഞ്ഞിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സംസാരത്തിൽ തന്നെ ആ സ്ത്രീ മറുപടി പറഞ്ഞു, ആ നിനക്ക് അവർ വേറുപെടുകയുണ്ടായി. ഇത്രത്തോളം ഒരു സ്ത്രീക്ക് അവകാശം നൽകിയ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരു സ്ത്രീക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്ന് പറയുന്നത് സുരക്ഷയാണ്. സുരക്ഷ. നമ്മൾ ഈ കാണുന്ന മുഴുവൻ ആക്രമണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സുരക്ഷാ വീഴ്ചകളാണ്. അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ, നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ പ്രിവെന്റീവ് മെഷേഴ്സും കറക്റ്റീവ് മെഷേഴ്സും, അപകടമുണ്ടായിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും ഭേദം, ഏറ്റവും പ്രശ്നം അല്ലെങ്കിൽ അടിസ്ഥാനപരം എന്ന് പറയുന്നത് അപകടം ഇല്ലാതിരിക്കാനുള്ള പശ്ചാത്തലം നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീക്കെതിരെ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകാം. കാരണം രണ്ടാളുടെയും ബയോളജിക്കൽ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹുക്കുമുകൾ നൽകി. അവൾ തനിച്ച് യാത്ര ചെയ്യല്ലേ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻകാന, ഒരു സ്ത്രീ അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മഹ്റമിന്റെ കൂടെയല്ലാതെ അവൾ യാത്ര നടത്താൻ വേണ്ടി പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നുകിൽ അവിടെ കൂട്ടത്തിൽ വാപ്പയുണ്ടാകട്ടെ,
അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ സഹോദരൻ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ മകൻ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഉപ്പാപ്പ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഭർത്താവിന്റെ വാപ്പ ഉണ്ടാകട്ടെ, ഈ മഹറം ഇല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമല്ല, സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോപ്പുകൂട്ടലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീക്ക് വസ്ത്രവിധാനത്തിൽ പുരുഷനില്ലാത്ത ചില പ്രത്യേകമായ കാര്യങ്ങൾ ചേർത്തി കൊടുത്തു. സ്ത്രീ ശരീരം മുഴുവൻ മറക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അവരുടെ ബയോളജിക്കൽ സ്ട്രക്ചർ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവ ചെയ്യുന്നവന് പുരുഷന് മുഖം മറച്ച, പുരുഷന്റെ കണ്ണ് കെട്ടിയാൽ പോരെയെന്ന്, പുരുഷന്റെ കണ്ണ് കെട്ടിയാൽ പോരെയെന്ന്. ഒരു സ്ത്രീയും 100 പുരുഷനുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ത്രീ ശരീരം മറക്കലാണോ ലോജിക്കലി കറക്റ്റ്, അല്ല 100 ആളുകൾ കണ്ണ് കെട്ടലോ? അത് നമുക്ക് മനസ്സിലാക്കി തീരുമാനട്ടെ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ അവസരങ്ങളും അള്ളാഹു ഒരുക്കി കൊടുത്തു. നമ്മൾ പ്രായോഗികമായി നിങ്ങൾ നോക്കൂ. അള്ളാഹ് നമുക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പെൺമക്കളെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ, എവിടെയൊക്കെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടോ നമ്മൾ അതിനെ ഒരു ബയാസ്ഡായി സ്റ്റീരിയോടൈപ്പായി നമ്മൾ കാണുകയല്ല. അവിടെ ഒക്കെ നിങ്ങൾ നോക്കിക്കോ, ഈ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടാകും. നമുക്ക് ഭയങ്കരമായ വിദ്യാഭ്യാസം വേണം, നമുക്ക് ഭയങ്കരമായ സാമ്പത്തിക നേട്ടം വേണം. അപ്പൊ സ്ത്രീ ലിബറൽ ആകണം. അപ്പൊ ആ രീതിയിൽ ശറഇന്റെ അതിർവരമ്പുകളെ തുറന്നു വിടുകയാണ്. അപ്പൊ അക്രമങ്ങൾ ഉണ്ടാകുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റിയിലേക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവരൊക്കെ തമ്മിൽ തന്നെ സുലഹാക്കി തീർത്തു. എന്തുകൊണ്ട് സംഭവിക്കും നിങ്ങൾ ആലോചിക്കും. ഒരു മറയും ഒരു കർട്ടനും ഇല്ലാതെ സ്ത്രീയും പുരുഷനും ഇങ്ങനെ സമ്മിശ്രമായി ജീവിക്കുമ്പോൾ അവിടെ ഈ അപകടങ്ങളൊക്കെ നടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ശരീഅത്ത് പറഞ്ഞത് ലാ യഖ്ലുവന്ന ഇംറഅത്തും ബിറജുലിൻ, ഒരു സ്ത്രീയും പുരുഷനും തനിച്ചാകാൻ വേണ്ടി പാടില്ല. അത് കമ്പനിന്റെ ഓഫീസിലും പാടില്ല, ജോലി ചെയ്യുന്ന സ്ഥലത്തും പാടില്ല, വാഹനത്തിലും പാടില്ല, ഒരു സ്ഥലത്തും പാടില്ല. എന്തുകൊണ്ട്? ഇല്ലാ വസാലിസുഹാ ശൈത്താനുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. അങ്ങനെ സംഭവിച്ചാൽ അവിടുത്തെ മൂന്നാമത്തെ ആള് അത് പിശാചായിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വിദേശത്തും ദൂര നാടുകളിലേക്കൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന ഉപ്പമാരോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, എന്നോട് നമ്മൾ സ്വന്തത്തിന് ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസമാണോ വലുത്, സുരക്ഷയാണോ വലുത് എന്ന ചോദ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമ്മൾക്ക് അവരെ പറയാനുള്ള ഉത്തരം സുരക്ഷയോടുകൂടിയുള്ള വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം വേണ്ടതല്ല, സുരക്ഷയോടുകൂടിയുള്ള വിദ്യാഭ്യാസം. സമ്പത്ത് വേണോ, സുരക്ഷ വേണോ? സുരക്ഷയോടുകൂടിയുള്ള സാമ്പത്തിക അവസ്ഥ. അല്ലാതെ അഭിമാനം പിച്ചു ചീന്തപ്പെട്ടിട്ട്, അഭിമാനം ഏതെങ്കിലും തെമ്മാടിയ കൈകളിൽ എത്തിയിട്ട് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കാറുള്ളത്? അതുകൊണ്ട് ശരീഅത്തിന്റെ ഈ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടങ്ങണം. അത് ഈ സ്ത്രീ സ്വാതന്ത്ര്യം ഇങ്ങനെ ഒച്ചത്തിൽ പ്രസംഗിച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയോട്, സഹോദരിയോട്, ഉമ്മാനോടൊക്കെ വളരെ മോശമായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ ഇതിനൊന്നും ഒരു അർത്ഥമില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും തുടങ്ങണം. ഈ അധ്യാപനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിക്കാനുള്ള പരിശ്രമവും നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും, എല്ലാ സ്ത്രീകളെയും അല്ലാഹു തആല എല്ലാവിധ ആക്രമണങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.